നമസ്കാരം. ഇന്നൊരു അടിപൊളി പായസം ഐറ്റം വന്നത് 4G പായസം. 4G പറയാനുള്ള കാരണം 4 ഗ്രേഡ് പായസമാണ്. നമ്മൾ 4 ഗ്രേഡ് ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ടും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കിടിലം പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും തീർച്ചയായിട്ടും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. പിന്നെ നമ്മുടെ ഈ പായസം നമ്മൾ ഈ ചൂടാറി കഴിഞ്ഞാലൊക്കെ കുടിക്കാൻ പിന്നെ ഒരു മടുപ്പാണല്ലോ, ഒരു മടിയാണല്ലോ നമുക്ക്. പക്ഷേ നമ്മുടെ ഈ പായസം ചൂടാറിയാലും ഇനി തണുത്താലും ഇനി തണുപ്പിച്ച് കഴിച്ചാലും ഒരു അടിപൊളി ടേസ്റ്റാണ് എല്ലാത്തിലും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനൊരു പാൻ ഇവിടെ വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകൾ 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു 8 അണ്ടിപ്പരിപ്പ്, 8 ബദാം, 8 കിസ്മിസ്, പിന്നെ 8 പിസ്ത. അങ്ങനെ എല്ലാം എടുത്ത് നല്ല കട്ട് ചെയ്ത് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കിസ്മിസ് മാത്രം അതിൽ കട്ട് ചെയ്യരുത്, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പാനിലിട്ട് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കിസ്മിസിൻ്റെ കുക്കിങ്ങിൻ്റെ പാകമാണ് നമ്മളെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സിനും വേണ്ടിയത്. നമ്മളിത് പാനിലിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മുടെ കിസ്മിസ് നമ്മുടെ വീർത്ത് വരുമല്ലോ. കിസ്മിസ് വലുതായി വരുമ്പോൾ ആ ലെവലിൽ ആയി വരുമ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ആ പാനിൽ തന്നെ ആ നെയ്യിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ വറുത്തെടുത്ത ആ നെയ്യിൽ തന്നെ 2 ആപ്പിൾ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 2 ആപ്പിൾ അത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ കുക്കിംഗ് ആവേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊരു ചൂടായി ഒന്ന് കുക്കായി വരും. അതിനുശേഷം അതിലേക്ക് 2 നേന്ത്രപ്പഴം, വലിയ പഴം, അത് നല്ല പഴുത്ത പഴം വേണം ഇതിന് യൂസ് ചെയ്യണമെങ്കിൽ, നല്ല പഴുത്ത തന്നെ വേണം. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഴവും നമ്മുടെ ആപ്പിളൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുക്കായി വരും. നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ഇനി ചിലപ്പം നമ്മുടെ ഫ്രൂട്ടിന് നല്ല മധുരം കുറവാണെങ്കിൽ 1 സ്പൂൺ കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൂട്ടിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും നമ്മൾ അതിന് ലെവലാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എടുക്കേണ്ട അടുത്ത ഫ്രൂട്ട് നമ്മുടെ സീതാപ്പഴമാണ്. നമ്മളിപ്പം ആപ്പിൾ ഉപയോഗിച്ചു, ഇനി പഴം അതിലേക്ക് ഇട്ടു. ഇനി അടുത്തത് നമ്മൾ സീതാപ്പഴമാണ്. സീതാപ്പഴം ഇതേമാതിരി 2 എണ്ണം ഞാൻ നല്ല പഴുത്ത സീതാപ്പഴം എടുത്തിട്ടുണ്ട്. അതെടുത്ത് നമുക്കതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം കിട്ടണമെങ്കിൽ, നമുക്കതിൻ്റെ കാമ്പ് മാത്രം. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കുരു ഒഴിവാക്കാൻ പറ്റിയത് ഒരു മിക്സർ ജാറിലിടുക. എന്നിട്ട് ജാറൊന്ന് ഓണാക്കുക, ഒന്ന് ഓഫ് ചെയ്യുക, ഒന്ന് ഓണാക്കുക, ഒന്ന് ഓഫ് ചെയ്യുക. ആ ലെവലിൽ ഒരു 3 പ്രാവശ്യം അടിച്ചെടുത്താൽ ഇതിൻ്റെ കുരുവൊക്കെ വിട്ട് വരും. ആ കുരുവൊക്കെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ കാമ്പ് മാത്രം റെഡിയാക്കി അവിടെ വെക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടിയത് ഇതിലേക്ക് സാബുനരിയാണ്. സാബുനരി എന്ന് പറയും, ചിലയിടത്തൊക്കെ ചൊവ്വരി എന്നൊക്കെ പറയും. നമ്മളവിടെയൊക്കെ സാബുനരി എന്ന് തന്നെ പറയാം. അതിൻ്റെ ചെറിയ മണി ബോൾസാണ് ഞാൻ എടുത്തത്. അതൊരു 2 സ്പൂൺ മതി. 2 സ്പൂൺ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് കുക്ക് ചെയ്ത് അവിടെ നമ്മൾ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 പാക്കറ്റ് പാല്, 1 ലിറ്റർ 500 വെച്ചിട്ട് 2 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്നിഞ്ഞൊന്ന് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മിൽക്ക് മെയ്ഡ് ഞാനെടുത്തത് ഒരു 5 സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ ഉപയോഗിച്ച മിൽക്ക് മെയ്ഡ് അമൂലിൻ്റെ മിഠായി മേറ്റ് അതാണ് ഉപയോഗിച്ചത്. അതൊരു 5 സ്പൂണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി വേറെ കമ്പനീൻ്റെതായാലും യൂസ് ചെയ്യാം, ഏതായാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം മധുരം നോക്കുക. നമ്മൾ മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും 1 കപ്പ് പാടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അവിടെ നമുക്ക് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി അവിടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ സാബുനരി അത് എന്ത് ചെയ്യുക, അത് നമ്മൾ നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂണാണല്ലോ നമ്മളിട്ട് റെഡിയാക്കി വെച്ചത്. അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം കലക്കി വെച്ച നമ്മുടെ കോൺഫ്ലവറും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് പാല് നല്ല കുറുകിയതിന് ശേഷം അതൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ്, നമ്മുടെ പഴം, നമ്മുടെ ആപ്പിളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകത്തിനനുസരിച്ച് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണത്. അപ്പോൾ ഏകദേശം കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്ത് നമ്മുടെ സീതാപ്പഴം നേരത്തെ റെഡിയാക്കി വെച്ച അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ സീതാപ്പഴം മിക്സ് ആയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് നമ്മളെ ലാസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണ് അനാറ്. നമ്മളെ 4ാമത്തെ താരാണ് ഫ്രൂട്ട്സത്തെ. 3 എണ്ണം കഴിഞ്ഞ് 4ാമത്തെ അനാറും അതിലേക്ക് ഒരു അനാറാണ് ഞാൻ എടുത്തത്. അതിലേക്ക് കുറച്ച് പകുതി ഞാൻ ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി നമ്മൾക്ക് ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 4G പായസം റെഡി, 4 ഗ്രേഡ്. അപ്പം ഒരു വെറൈറ്റി പായസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ആ പായസം ഞാൻ മൊത്തമായിട്ട് ഒരു ബോളിലേക്ക് മാറ്റിയിരിക്കണം. ഇനിയിപ്പം വീട്ടിൽ നമ്മൾ ഗ്ലാസ്സിലേക്കായാലും ഇനി വേറെ ബോളിലേക്കായാലും സെർവ് ചെയ്യാം. അങ്ങനെ സെർവ് ചെയ്യാം. ഞാൻ മൊത്തമായിട്ട് തന്നെ വേറൊരു വലിയൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ മാറ്റി വെച്ച നമ്മുടെ അനാറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഇടുമ്പോൾ പറഞ്ഞല്ലോ ഫുള്ളായിട്ട് ഇടുന്നില്ല, 3/4 ഭാഗം. എന്നിട്ട് അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അപ്പം നമ്മൾ വീട്ടിൽ ആരായാലും ഇനി നമ്മൾ സെർവ് ചെയ്യുമ്പം ഗ്ലാസ്സിലാണെങ്കിലും ഗ്ലാസിൻ്റെ മേലെ നമുക്ക് ഇതേമാതിരി കുറച്ച് അനാറ്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ ഫ്രം ഫുഡി റഷ്.